ഗുഡ് മോർണിംഗ് ടു ആൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് അതിലേക്ക് നയിച്ച റീസൺസ് ഫോർ ദി റീസെൻറ്റ് ഗ്രോത്ത് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്. ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ടും റാപ്പിഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻ്റ് ആണ് അതിലൊന്നാമത്തെ കാരണമായിട്ട് പറയുന്നത്. 2 കൺസ്യൂമർ പ്രഷേഴ്സ്, 3 ലിബറലൈസേഷൻ ഓഫ് ക്രോസ് ബോർഡർ മൂവ്മെൻറ്റ് ഓഫ് ട്രേഡ് ആൻഡ് റിസോഴ്സസ്, 4 ഡെവലപ്മെൻറ്റ് ഓഫ് സപ്പോർട്ടിംഗ് സർവീസസ്, 5 ഗ്രോയിങ് ഗ്ലോബൽ കോമ്പറ്റീഷൻ, 6 ഗ്ലോബലൈസേഷൻ, 7 എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് WTO, 8 ഇൻഫർമേഷൻ ടെക്നോളജി റെവല്യൂഷൻ, 9 ഡെവലപ്മെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ട് ടെക്നോളജി, 10 എൻലാർജ്മെൻറ്റ് ഓഫ് യൂറോപ്യൻ യൂണിയൻ, 11 ഹയർ ഗ്രോത്ത് റേറ്റ് ഓഫ് GDP അതന്നെ ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ, 12 സ്പ്രെഡ് ഓഫ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ഓഫ് MNCs, 13 ഇൻക്രീസ് ഇൻ ബിസിനസ് അലയൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ നമ്മൾ അതിൻ്റെ ഗ്രോത്തിൻ്റെ റീസൺസായിട്ട് മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ മനസ്സിലാക്കുക, റാപ്പിഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്. എന്താണ് റാപ്പിഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? The past few decades have witnessed rapid advancement in production process. നമ്മുടെ പ്രോസസ് ടെക്നോളജിയിലും പ്രൊഡക്ഷൻ ടെക്നോളജിയിലും റാപ്പിഡായിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ് സംഭവിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഗ്രോത്തിനുള്ള കാരണമായിട്ട് തീർന്നത്. അത് അതെന്ത് ചെയ്തു? പീപ്പിളിനെ എനാബിൾ ചെയ്തു ഒരു പാർട്ട് ഓഫ് ദി വേൾഡിന് ടു നോ വെരി ക്വിക്ക്ലി അബൌട്ട് പ്രോഡക്ട്സ് ബീയിങ് പ്രൊഡ്യൂസ്ഡ് ഇൻ അതർ പാർട്സ്. ഏതെങ്കിലും ഒരു മുക്കിലോ മൂലയിലോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അത് ലോകത്തിൻ്റെ എല്ലാ ദിക്കിലും പറ്റിയുള്ള ഇൻഫർമേഷൻ എത്താൻ സെക്കൻഡുകൾ മാത്രം മതിയാവുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്രയും കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉണ്ടായിട്ടുള്ള വലിയൊരു വിപ്ലവം തന്നെ സംഭവിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുമ്പോഴൊക്കെ തന്നെയും അതെന്ത് ചെയ്യുന്നു? ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും അറിയപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ 1970s ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലൊന്നും തന്നെ ഇൻ്റർനെറ്റോ ഇപ്പോഴത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സ്പീഡ് ഇൻഫർമേഷൻ ഫ്ലോന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. അതേപോലെ തന്നെ യാത്ര ചെയ്യാനാണെങ്കിൽ കൊമേഴ്ഷ്യൽ ട്രാൻസ് അറ്റ്ലാന്റിക് ആയിട്ടുള്ള സൂപ്പർ സോണിക് ട്രാവലിംഗ് ഫെസിലിറ്റീസ് അന്ന് ഉണ്ടായിരുന്നില്ല. ഇമെയിലിംഗ് ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നില്ല. ടെലികോൺഫറൻസിങ് ഇല്ല. ഇ-കൊമേഴ്സ് സെയിൽസ് ഇല്ല. ഇങ്ങനെ നമുക്ക് എവിടെയുള്ള പ്രൊഡക്റ്റും എവിടെ നിന്നും വാങ്ങാവുന്ന രീതിയിലുള്ള ഇ-കൊമേഴ്സ് സംവിധാനം, എവിടെ നിന്നുള്ള ആൾക്കും എവിടെ ഉള്ള ആളുകളായിട്ട് സംവദിക്കാൻ, അത് ഒരു കോൺഫറൻസിങ്ങിലൂടെ സംവദിക്കാൻ അല്ലെങ്കിൽ കത്തയച്ചു കൊണ്ട് സംവദിക്കാനുള്ള ഒരു സംവിധാനം, ഇമെയിലിങ്ങിലൂടെ സെക്കൻഡുകൾ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ഒരു സംവിധാനം, അല്ലെങ്കിൽ അധികം മണിക്കൂറുകൾ കൊണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യാത്രകൾ സാധ്യമാകുന്ന, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്തെത്തിച്ചേരാവുന്നൊരു സാഹചര്യമൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അതേസമയം ഇന്ന് ട്രാൻസ്പോർട്ടേഷൻ ടെക്നോളജിയിലും അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ വിപ്ലവം തന്നെ ഇന്ന് ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. ആ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെയും ട്രാൻസ്പോർട്ടേഷൻ്റെയും ഒക്കെ കോസ്റ്റ് ആണ് ഇൻക്രീസ്ഡ് മോർ സ്ലോലി ദാൻ കോസ്റ്റ് ഇൻ ജനറൽ. അതെന്ത് ചെയ്തു? ആ കമ്മ്യൂണിക്കേഷൻ്റെയും ട്രാൻസ്പോർട്ടേഷൻ്റെയും കോസ്റ്റ് എന്ത് ചെയ്തു? നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്ന് മാറി എന്നുള്ളതാണ്. ബൈ ഇൻക്രീസിങ് ദി ഡിമാൻഡ് ഫോർ ന്യൂ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. ഇത് ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ പുതിയ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഉണ്ടാക്കി എന്നുള്ളതാണ്. ടെക്നോളജി ഹാസ് ട്രമൻഡസ് ഇമ്പാക്റ്റ് ഓൺ ഇൻ്റർനാഷണൽ ബിസിനസ്. ടെക്നോളജി എന്ത് ചെയ്യുന്നുണ്ട്? അത് ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? നന്നായി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ്
പല രാജ്യങ്ങളെയും ഡിഫറെൻറ്റ് കൺട്രീസിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലോസറായി പരസ്പരം അടുത്ത രാജ്യങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അതായത് നമുക്ക് ബൗണ്ടറി ലെസ് ആയിട്ടുള്ള ട്രേഡിൻ്റെ ലോകത്തേക്ക് നമ്മളെത്തി. ഒരു ഗ്ലോബൽ വില്ലേജായി മാറി ലോകം മൊത്തം. അതേപോലെ തന്നെ ഇറ്റ് ഹാസ് എൻകറേജ്ഡ് ഫേംസ് ടു മൂവ് അബ്രോഡ് വിത്ത് ദി മിനിമം ഓഫ് ഡിഫിക്കൽട്ടീസ്. അവർ അധികം ഡിഫിക്കൽട്ടീസ് ഒന്നും ഇല്ലാതെ ഏതൊരു കമ്പനിക്കും മറ്റൊരു രാജ്യത്തേക്ക് എന്ത് ചെയ്യാം, പോവാനുള്ള മൂവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം വന്നു ചേർന്നു. അത് അത്തരത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുക, അത്തരത്തിൽ എൻകറേജ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഈ ഇൻഫർമേഷൻ ടെക്നോളജിയിലും കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലും അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ടെക്നോളജിയിലൊക്കെ ഉണ്ടായിട്ടുള്ള വികാസം, റാപ്പിഡായിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ്. അത് റീസൺ ഫോർ ഗ്രോത്തിന്, ഇൻ്റർനാഷണൽ ബിസിനസിൻ്റെ ഗ്രോത്തിന് കാരണമായി എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് ആയിട്ടുള്ളത് കൺസ്യൂമർ പ്രഷർസ് ആണ്. കൺസ്യൂമറിൻ്റെ സമ്മർദ്ദം കൊണ്ടും ഇൻ്റർനാഷണൽ ബിസിനസിൻ്റെ ഗ്രോത്തിന് കാരണമായിട്ടുണ്ട്. അത് ബിക്കോസ് ഓഫ് ഇന്നോവേഷൻസ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ട്രാൻസ്പോർട്ടേഷനിലും കമ്മ്യൂണിക്കേഷനിലും ഉണ്ടായിട്ടുള്ള ഇന്നോവേഷൻ, കൺസ്യൂമേഴ്സ് ആർ അവെയർ ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് അവൈലബിൾ ഇൻ അതർ കൺട്രീസ്. ട്രാൻസ്പോർട്ടേഷനിലും കമ്മ്യൂണിക്കേഷനിലും ഉണ്ടായിട്ടുള്ള ആ ഒരു മുന്നേറ്റം കൊണ്ട് കൺസ്യൂമേഴ്സ് പ്രൊഡക്റ്റിനെയും സർവീസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, അവെയർ ആണ്. സർവീസസിനെ കുറിച്ചൊക്കെ ജനങ്ങൾ അവെയർ ആയതോടുകൂടി തന്നെ കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്തുനിന്നും ഒരു പ്രഷർ എന്തുണ്ടായി, പ്രൊഡക്റ്റുകൾക്ക് അവർക്ക് ആവശ്യമുള്ള അവരുടെ വാണ്ട്സ് എന്ത് ചെയ്തു, മോർ ആൻഡ് മോറായി. അവർ ബെറ്റർ ആയിട്ടുള്ള ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിന് അവരെന്ത് ചെയ്തു, ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. അത് കമ്പനീസിനെ ദിസ് എൻകറേജ് കമ്പനീസ് ടു റെസ്പോണ്ട് ബൈ സ്പെൻഡിങ് ഇൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇത് പുതിയ പ്രൊഡക്റ്റുകൾ, പുതിയ ഇവരുടെ താല്പര്യങ്ങൾ, ഇവരുടെ കൺസ്യൂമറുടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലേക്ക് കമ്പനികളെ പ്രേരിപ്പിക്കുകയുണ്ടായി എന്ന് പറയാം. അതിനുവേണ്ടി ഒരുപാട് സ്പെൻഡ് ചെയ്യാനും കമ്പനികൾ തയ്യാറായി. അതേപോലെ ബൈ സെർച്ചിങ് വേൾഡ് വൈഡ്, ഇൻ്റർനെറ്റ് ത്രൂ ആയിക്കോട്ടെ, മറ്റ് ട്രേഡ് ജേണൽസ്, ട്രേഡ് ഫെയേഴ്സ്, ട്രിപ്സ് ടു ഫോറിൻ കൺട്രീസ്, ഇതിലൂടെയൊക്കെ പുതിയ പ്രോഡക്റ്റുകളെ കുറിച്ചും പുതിയ സാധ്യതകളെക്കുറിച്ചൊക്കെ പഠിക്കാൻ ആ കമ്പനികളൊക്കെ തയ്യാറായി. അത്തരത്തിൽ ഇൻ്റർനാഷണൽ ബിസിനസ്സിനൊരു വികാസം അവിടെ സംഭവിച്ചു എന്നുള്ളതാണ്. ആ വികാസത്തിന് കാരണമായത് കൺസ്യൂമറുടെ ഭാഗത്തുണ്ടായിട്ടുള്ള പ്രഷറാണെന്ന് പറയാം. ഇതിനുവേണ്ടി ന്യൂ ആയിട്ടുള്ള ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിന് വേണ്ടിയിട്ട്, അത് കസ്റ്റമേഴ്സിന് ഡിമാൻഡിനനുസരിച്ചുള്ള പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്ര ആര് നടത്തേണ്ടി വന്നു, ബിസിനസ്മാനൊക്കെ നടത്തേണ്ടി വന്നു. അത് നെക്സ്റ്റ് ലിബറലൈസേഷൻ ഓഫ് ക്രോസ് ബോർഡർ മൂവ്മെൻറ്റ്സ് ഓഫ് ട്രേഡ് ആൻഡ് റിസോഴ്സസ്. അതിർത്തി കടന്നുകൊണ്ടുള്ള ക്രോസ് ബോർഡർ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ്, അത് റിസോഴ്സസിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ട്രേഡ്, ഇത് തന്നെയാണ് ക്രോസ് ബോർഡർ മൂവ്മെൻറ്റ്സ് തന്നെയാണ് ഈ ഗ്ലോബലൈസേഷൻ എന്നൊക്കെ പറയുന്നത്. ഈ ഒരു തരത്തിലുള്ള ഫ്ലോ ഓഫ് റിസോഴ്സസ് ആണ് സംഭവിച്ചെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഗ്ലോബലൈസേഷന് ഓടൊപ്പം തന്നെ ഉണ്ടാതാണ് ലിബറലൈസേഷൻ. ഈ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്ന റെസ്ട്രിക്ഷൻസ്, അത് റിസോഴ്സസിനായിക്കോട്ടെ ട്രേഡിനായിക്കോട്ടെ, അതിനുണ്ടായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ എന്ത് ചെയ്തു, എടുത്തു കളയുക എന്നുള്ളതാണ് ലിബറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരം ലിബറലൈസേഷൻ എന്ത് ചെയ്തു, ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് കാരണമായി എന്ന് പറയാം. Until 1980, every country imposed restrictions on movement across its borders of goods and services. അത് നമ്മുടെ ട്രേഡ് എന്നുള്ളത് എന്തായിരുന്നു, റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നൊരു ഏരിയ ആയിട്ട് നിലനിൽക്കുകയായിരുന്നു. ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു ഒരു കാലഘട്ടം വരെ, 80 ശേഷം എന്ത് ചെയ്തു, ആ റെസ്ട്രിക്ഷൻസ് ഒക്കെ എന്ത് ചെയ്തു, എടുത്തു കളയുകയാണ് ഉണ്ടായത്. റിസോഴ്സസ് സച്ച് അതുപോലെ വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ, വുമൻ്റെ കാര്യത്തിലൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ടായി. ക്യാപിറ്റലിൻ്റെ ഫ്ലോൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അടുത്ത കാലത്തൊക്കെയാണ് നമ്മൾ ഇന്ത്യയിലൊക്കെ FDI ഒക്കെ അനുവദിച്ചു തുടങ്ങിയത്. അപ്പോൾ ആ റെസ്ട്രിക്ഷൻസൊക്കെ നിലനിൽക്കുകയായിരുന്നു. വർക്കേഴ്സിന് ഫ്ലോ, അതുപോലെ മറ്റു റിസോഴ്സസിൻ്റെ ഒക്കെ ഫ്ലോയിലൊക്കെയും റെസ്ട്രിക്ഷൻസ് നിലനിൽക്കുകയായിരുന്നു നമ്മുടെ രാജ്യത്തും പല രാജ്യങ്ങളിലായിട്ട്. ഈ ഒരു റെസ്ട്രിക്ഷൻസ് മെയ്ഡ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ത് ചെയ്തു,
നമുക്ക് ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് ആളുകൾ ഏർപ്പെടുന്നതിന് വളരെ ചിലവേറിയ ഒരു പ്രവർത്തനമായി മാറി. ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ മറികടന്നിട്ട് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ ഉദ്ദേശിച്ച സെയിൽസൊന്നും നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അതേപോലെ ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരാത്തത് കൊണ്ട് തന്നെ ബിസിനസ്സിന് എന്ത് ചെയ്യില്ല, അതിനത്രത്തോളം ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിക്കില്ല. ഇൻവെസ്റ്റ്മെൻറ്റ്, ലാക്ക് ഓഫ് ക്യാപിറ്റലാണ് ഇന്ത്യയുടെ പ്രശ്നം മെയിനായിട്ടുള്ളത്. ആ ക്യാപിറ്റലിൻ്റെ കുറവിനെ പരിഹരിക്കാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്തിരുന്നില്ല, പഴയ കാലത്ത് ആ ഒരു റെസ്ട്രിക്ഷൻസ് അനുവദിച്ചിരുന്നില്ല. അപ്പോൾ അത് 1980s ശേഷമുള്ള സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതുപോലെ തന്നെ മാക്രോ എക്കണോമിക് ആയിട്ടുള്ള റിഫോംസ് നമ്മുടെ രാജ്യം ഉൾപ്പെടെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ നടപ്പിലാക്കി തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്തു, ഈ റെസ്ട്രിക്ഷൻസ് എന്താക്കി, ഫ്യൂവർ ആയിട്ട് റെസ്ട്രിക്ഷൻസ് മാത്രം ക്രോസ് ബോർഡർ മൂവ്മെൻറ്റ് എന്ത് ചെയ്തു, നിലനിർത്തുകയുണ്ടായി. അതായത് സിറ്റിസൻസ് വാണ്ട് ഈസിയർ ആക്സസ് ടു ഗെറ്റ് ഗ്രേറ്റർ വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് അത് ലോവർ പ്രൈസസിൽ ഗ്രേറ്റർ വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അവരുടെ സിറ്റിസൺസിന് ലഭ്യമാക്കാനുള്ള രീതിയിൽ ഒരു റെസ്ട്രിക്ഷൻസ് എടുത്ത് കളയുണ്ടായി. അതുപോലെ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിന് മോർ എഫിഷ്യൻ്റായിട്ട് എന്ത് ചെയ്യുന്നു, ഫോറിൻ കോമ്പറ്റീഷൻ്റെ ഫലമായിട്ട് മോർ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് സാധിക്കുന്ന വിധത്തിൽ ഈ ക്രോസ് ബോർഡർ മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻസ് എടുത്ത് കളഞ്ഞു. മറ്റൊന്ന്, മറ്റ് കൺട്രീസിൻ്റെ ഡിസയർ എന്തായിരുന്നു, ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻസ് എടുത്ത് കളയുക എന്നുള്ള മറ്റ് രാജ്യങ്ങളുടെയൊക്കെ ഡിസയറിന് വിധേയമായിട്ടാണ് അന്ന് WTO പോലുള്ള ഏജൻസികളും ഒക്കെ വരുന്നതിന് മുമ്പുള്ള WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ മറ്റ് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ട്രേഡിംഗ് ബ്ലോക്സ് എല്ലാം വരുന്നതിന് മുമ്പ് കൺട്രീസ് തന്നെ എന്ത് ചെയ്തിരുന്നു, ഈ ഡിസയർ ബാരിയേഴ്സ് നീക്കണം എന്നുള്ള രീതിയിലുള്ള ഡിസയർ മുന്നോട്ട് വെക്കുകയുണ്ടായിട്ടുണ്ട്. അതിനനുസരിച്ച് പല രാജ്യങ്ങളും ബൈലാറ്ററൽ അഗ്രിമെൻറ്റിലേക്ക് ഏർപ്പെടുകയും അങ്ങനെ ലിബറലൈസേഷന് തുടക്കമിടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ WTO എല്ലാം വന്നതോടുകൂടി പൂർണ്ണമായി ലിബറലൈസ് ചെയ്യുകയും WTO അവരുടെ കൂടി WTOയുടെ ഒക്കെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങൾ പലപ്പോഴും റെസ്ട്രിക്ഷൻസ് പൂർണ്ണമായിട്ട് എടുത്തു കളയുന്ന അവസ്ഥയിലേക്ക് പിന്നീട് വന്നിട്ടുണ്ട്. 1993 WTO വരുന്നത്. അപ്പോൾ 80s ശേഷം ഉള്ള 1993 അതുപോലെ 92 പ്രത്യേകിച്ച് 1991 ന്യൂ എക്കണോമിക് പോളിസി ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ആ ഒരു കാലഘട്ടത്തിൽ 1991 ന്യൂ എക്കണോമിക് പോളിസിയൊക്കെ വരുന്നതോടുകൂടി പൂർണ്ണമായിട്ട് ലിബറലൈസേഷനിലേക്ക് നമ്മൾ പോവുകയുണ്ടായി. അതിൻ്റെ തുടർച്ച ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ആ ലിബറലൈസേഷൻ്റെ തുടർച്ച. അത്തരത്തിൽ ബാരിയേഴ്സ് ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ആ പ്രവർത്തനങ്ങളുടെ ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് അഡ്വാൻറ്റേജ് ഓഫ് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആ കമ്പനികൾക്ക് ഉണ്ടാവും. അതുപോലെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കോമ്പറ്റീഷൻ നേരിടുന്നതോടുകൂടി കമ്പനികൾ കൂടുതൽ എഫിഷ്യൻ്റായി മാറും എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അത് ലിബറലൈസേഷൻ കൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഗ്രോത്ത്, റാപ്പിഡായിട്ടുള്ള ഒരു ഗ്രോത്ത് ഇൻ്റർനാഷണൽ ബിസിനസ്സിന് ഉണ്ടായി എന്നാണ് ഈ ലിബറലൈസേഷൻ അല്ലെങ്കിൽ ലിബറലൈസേഷൻ ക്രോസ് ബോർഡർ മൂവ്മെൻറ്റ് കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതന്നെ ഒരു ഇമ്പോർട്ടൻ്റ് റീസൺ ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് റാപ്പിഡായിട്ടുള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, കൺസ്യൂമർ പ്രഷേഴ്സ്, ലിബറലൈസേഷൻ ഓഫ് ക്രോസ് ബോർഡർ മൂവ്മെൻറ്റ്സ്, ഇതൊക്കെയാണ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് കാരണമായിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ നെക്സ്റ്റ്, ഡെവലപ്മെൻറ്റ് ഓഫ് സപ്പോർട്ടിംഗ് സർവീസസ്. ഈ കമ്പനീസ് ആൻഡ് ഗവൺമെൻറ്റ്സ് എന്ത് ചെയ്തു, ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാനുള്ള സർവീസസ് ആരംഭിച്ചു. ഇൻ്റർനാഷണൽ ആയിട്ടുള്ള എക്സിം ബാങ്ക് പോലുള്ള ബാങ്കുകൾ ആരംഭിച്ചു. എക്സ്പോർട്ട് ഇമ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേകം ബാങ്കുകൾ തന്നെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ. അതുപോലുള്ള പല രാജ്യങ്ങളിൽ എന്ത് ചെയ്തു,
ഇതിനായിട്ടുള്ള പ്രത്യേക ഏജൻസികൾ, ബാങ്കുകളൊക്കെ ഉണ്ടായി, ബാങ്കുകളുണ്ടായി. ഇതിനായിട്ടുള്ള ഇൻ്റർനാഷണൽ ട്രേഡിന് വേണ്ടിയിട്ടുള്ള ഏജൻസികൾ, ഓരോ ബോർഡുകൾ പ്രത്യേകം ഓരോ വെറൈറ്റി ഓഫ് ഐറ്റംസിൻ്റെ ബേസിൽ ഓരോ ബോർഡുകൾ ഉണ്ടായി. അതിൻ്റെ പ്രൊമോഷന് വേണ്ടി, അതിൻ്റെ ഇൻ്റർനാഷണൽ ട്രേഡിനൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോർഡുകൾ നമുക്കുണ്ടായി. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രേഡ് ഫെയറുകൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ടായി. അതേപോലെ തന്നെ സപ്പോർട്ടിങ് സർവീസസ് ഉണ്ടായി എന്നുള്ളതാണ്. ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സർവീസസ് ഉണ്ടായി. നമ്മൾ പറയാം, ഫോർ എക്സാമ്പിൾ, ബാങ്ക്സ് ഹാവ് ഡെവലപ്ഡ് എഫിഷ്യൻറ്റ് മീൻസ് ഫോർ കമ്പനീസ് ടു റിസീവ് പേയ്മെൻറ്റ് ഫോർ ദെയർ ഫോറിൻ സെയിൽസ്. ഈ ഫോറിൻ സെയിൽസ് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റെസീറ്റ്സ് കളക്ട് ചെയ്യാൻ ആ ഒരു ഫോറിൻ എക്സ്പോർട്ട് സെയിൽസിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു പേയ്മെൻറ്റ്സ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ബാങ്കുകൾ തയ്യാറായി എന്നുള്ളതാണ്. അതായത് ബാങ്കുകൾ തയ്യാറാവുക, അതുപോലെ ഫോർഫൈറ്റിംഗ് ചെയ്യുന്ന ഏജൻസികളൊക്കെ ഉണ്ടായി. അവരോടൊക്കെ നമുക്ക് എന്ത് ചെയ്തു, അവരുടെ പേയ്മെൻറ്റ് അഷ്വർ ചെയ്തു എന്നുള്ളതാണ്. ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ട്രേഡ് നമുക്കൊരു അവരുടെ പേയ്മെൻ്റൊക്കെ ഉറപ്പുവരുത്തുന്ന, അല്ലെങ്കിൽ ആ പേയ്മെൻ്റ് നമ്മൾ ഈ ടൈം പീരീഡ് ഒരുപാട് ലാഗ് ചെയ്യും, ഒരുപാട് ടൈം പീരീഡ് എടുക്കും. ഒരു ഗുഡ്സ് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തെത്തി അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, അത് മാർക്കറ്റിലെത്തുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് സമയം എടുക്കും. ആ സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മളെ പേയ്മെൻറ്റ് ഉറപ്പുവരുത്താൻ കഴിഞ്ഞോളുന്നില്ല. അത് ബാങ്കുകളൊക്കെ എന്ത് ചെയ്തു, ഉറപ്പുവരുത്താൻ ചെയ്യുന്ന ആ രീതിയിലുള്ള സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്തതോടുകൂടി ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് കാരണമായി. അതുപോലെ ഇതന്നെ കുറച്ചുകൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ, പ്രൊഡ്യൂസേഴ്സ് ഒക്കെ നമ്മൾ അഗ്രികൾച്ചർ അല്ലെങ്കിൽ മറ്റ് മാനുഫാക്ചറിങ് ആയിട്ടുള്ള ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അവർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, ഈസിലി പെയ്ഡ് ചെയ്യുന്നുണ്ട്. ഗുഡ്സിനും സർവീസിനൊക്കെ പെയ്ഡ് ചെയ്യുന്നു അവർ അബ്രോഡ്. അത് ബാങ്ക് ക്രെഡിറ്റ് അഗ്രിമെൻറ്റിലൂടെ, അതുപോലെ ക്ലിയറിങ് അറേഞ്ച്മെൻറ്റിലൂടെയൊക്കെ എന്ത് ചെയ്തു, അത് പെയ്ഡ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായി. അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റുകൾ രൂപം കൊണ്ടു. നമ്മൾ ഫോറിൻ കറൻസിയിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോറിൻ കറൻസി, ഇൻ്റർനാഷണൽ ട്രേഡിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോറിൻ കറൻസി ലഭ്യമാക്കാനും, നമ്മുടെ കറൻസി നമുക്ക് ഒരു കൺട്രീൻ്റെ കറൻസി മറ്റൊരു കൺട്രീൻ്റെ കറൻസിയിലേക്ക് എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യാനൊക്കെയുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സർവീസസ് നമുക്കിവിടെ ലഭ്യമായി എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ഇതിന് ആവശ്യമാണ്. ഫ്ലൈറ്റ് ഇൻഷുറൻസ്, നമ്മുടെ ഷിപ്പിൻ്റെ ഇൻഷുറൻസ്, അതുപോലെ മറ്റ് തരത്തിലുള്ള ഇൻഷുറൻസ് ഉള്ള ഫെസിലിറ്റീസ് എന്ത് ചെയ്തു, ഫയർ, മറ്റു തരത്തിലുള്ള സംഭവിക്കാൻ പോകുന്ന ആ ഇൻഷുറൻസ്, അതിനൊക്കെ ഉണ്ടാകുന്ന ലോസിനെ തടയാനുള്ള, ആ റിസ്കിനെ തടയാനുള്ള ഈ റിസ്ക് കവറേജിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് എന്ത് ചെയ്തു, ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ റിസ്ക് കവർ ചെയ്യുന്ന ഇൻഷുറൻസ് ബിസിനസ്സൊക്കെ എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്ത് വന്നതോടുകൂടി ഇൻ്റർനാഷണൽ ബിസിനസ്സിന് അതൊരു വലിയൊരു വളർച്ച ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടായി. ദെൻ ഗ്രോയിങ് ഗ്ലോബൽ കോമ്പറ്റീഷൻ. ഇൻ്റർനാഷണൽ ബിസിനസ്സിന് മറ്റൊരു ഏറ്റവും വലിയ ഒരു ഡെവലപ്മെൻറ്റിലേക്ക് ഗ്രോത്തിലേക്ക് നയിച്ച കാരണമായിട്ട് പറയാവുന്നതാണ് ഗ്ലോബലായിട്ടുള്ള കോമ്പറ്റീഷൻ വളർന്നു വന്നു എന്നുള്ളതാണ്. ഫോറിൻ കമ്പനീസ് എന്ത് ചെയ്തു, അവർ മറ്റ് കമ്പനീസിനെ പെർസ്വേഡ് ചെയ്തു, അല്ലെങ്കിൽ അവർ എന്ത് ചെയ്തു, അവരെ എൻകറേജ് ചെയ്തു ടു എക്സ്പാൻഡ് ഇറ്റ്സ് ബിസിനസ് ഇൻ ടു ഇൻ്റർനാഷണൽ മാർക്കറ്റ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എന്ത് ചെയ്യുക, അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ എന്ത് ചെയ്തു, അവർ പലപ്പോഴും പ്രോത്സാഹനം നൽകി എന്നാണ് പറയാം. അത് തന്നെ എന്തായി, കോമ്പറ്റീഷൻ നേരിടാനുള്ള ഒരു ബെസ്റ്റ് വേ ആയിട്ടാണ് അറിയപ്പെട്ടത്. ബെസ്റ്റ് വേ ടു ടാക്കിൾ കോമ്പറ്റീഷൻ ടു റെഡ്യൂസ് കോസ്റ്റ് ആൻഡ് റിസ്ക് മാത്രമേ കോസ്റ്റും റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു അഥവാ ഈ എക്കണോമിക്സ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ്റെ നേട്ടമൊക്കെ ലഭിക്കാനുള്ള ഒരു മാർഗമായി ഇൻ്റർനാഷണൽ ബിസിനസ് മാറി എന്നുള്ളതാണ്. അത്തരത്തിൽ കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ, ഫേം എന്ത് ചെയ്യുന്നു, have preferred to acquire raw materials and intermediate goods from the least cost country. ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് കൺട്രിയിൽ നിന്ന് റോ മെറ്റീരിയൽസും മറ്റ് സെമി ഫിനിഷ്ഡ് ഗുഡ്സും ഒക്കെ കളക്ട് ചെയ്യാൻ കമ്പനികൾ പ്രിഫർ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുപോലെ തന്നെ ഗ്രോയിങ് കോമ്പറ്റീഷൻ എന്ത് ചെയ്തു, കമ്പനീസിനെ എന്ത് ചെയ്തു, പെർസ്യൂഡ് ചെയ്തു ടു സെറ്റ് അപ്പ് ദെയർ യൂണിറ്റ്സ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്. പല രാജ്യത്തും അവരുടെ യൂണിറ്റുകൾ ആരംഭിക്കുക. അതായത്
ഈ ഇത്തരത്തിലുള്ള ഡിമാൻഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പല രാജ്യങ്ങളിലും എന്ത് ചെയ്യേണ്ടി വന്നു, അത് അവരുടെ ഓപ്പറേഷൻസ് കമ്പനി എന്ത് ചെയ്തു, വ്യാപിക്കുകയുണ്ടായി. ഇതുവഴി എന്ത് ചെയ്യുന്നു, കമ്പനീസിന് മിനിമൈസ് ദി കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ ആൻഡ് റെഡ്യൂസ് ദി ഫിനാൻഷ്യൽ റിസ്ക്. ഞാൻ പറഞ്ഞതാണ്, റിസ്ക് കുറക്കാനും ഫിനാൻഷ്യൽ റിസ്ക് കുറക്കാനും അതുപോലെ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ എന്ത് ചെയ്യാനും മിനിമൈസ് ചെയ്യാനും സാധിച്ചു. When some companies move to foreign market, കമ്പനീസ് എന്ത് ചെയ്തു, ഫോറിൻ മാർക്കറ്റിലേക്ക് മൂവ് ചെയ്യുന്നതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു, അതർ കമ്പനീസ് മേ സീ ദി ഫോറിൻ ഓപ്പർച്യൂണിറ്റീസ് അവർ അട്രാക്ട് ചെയ്തുകൊണ്ടാണ്. അത് ഗ്ലോബൽ കോമ്പറ്റീഷന് നയിക്കും, അത് റാപ്പിഡ് ഗ്രോത്ത് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഗ്രോത്തിലേക്ക് നയിക്കുന്നതാണ്. ദെൻ മറ്റൊന്നാണ് ഗ്ലോബലൈസേഷൻ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന വിഷയമാണിത്, ഗ്ലോബലൈസേഷൻ എന്നുള്ളത്. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലോ ഓഫ് റിസോഴ്സിനെ എല്ലാം റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ള റിസോഴ്സിൻ്റെ ആ ഒരു ഫ്ലോ എന്ത് ചെയ്യുക, ആ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇല്ലാതാക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഗ്ലോബൽ റീച്ച് ഓഫ് ക്യാപിറ്റൽ ടു ഓൾ വേൾഡ് റിസോഴ്സസ് ആൻഡ് മാർക്കറ്റ്. അത് റിസോഴ്സസിൻ്റെ ഫ്ലോ എന്ത് ചെയ്യുക, എല്ലാ രാജ്യങ്ങളിലേക്കും എന്ത് ചെയ്യുക, തുറന്നു കൊടുക്കുന്നൊരവസ്ഥക്കാണെന്ന് പറയാം. ട്രേഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ എന്ത് ചെയ്ത് അബോളിഷ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ ഇൻ്റഗ്രേറ്റിംഗ് ദി എക്കണോമി, കുറച്ചുകൂടി വിപുലമായിട്ടുള്ള ഒരു അർത്ഥത്തിൽ പറയുന്നത് ഇൻ്റഗ്രേറ്റിംഗ് ദി എക്കണോമി വിത്ത് ദി വേൾഡ് എക്കണോമി. അത് റിമൂവൽ ഓഫ് ട്രേഡ് ബാരിയേഴ്സ് ആവാം, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ബാരിയേഴ്സൊക്കെ എടുത്ത് കളഞ്ഞുകൊണ്ട് ഗ്ലോബലൈസേഷൻ ഇൻ്റഗ്രേറ്റിംഗ് ദി എക്കണോമി വിത്ത് വേൾഡ് എക്കണോമിയായിട്ട് നമ്മുടെ എക്കണോമിയെ ചേർത്ത് നിർത്തുന്നതാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഗ്ലോബലൈസേഷൻ ഇൻ്റർനാഷണൽ ബിസിനസ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രോത്തിന് കാരണമായിട്ടുണ്ട്. പിന്നെ നമ്മളെന്ന് പറഞ്ഞാണ് WTOയുടെ ആരംഭം. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ടോപ്പിക്കാണ്. WTO എന്ന് പറയുന്നത് 8th റൗണ്ട് ഓഫ് ഗാട്ട് ഇൻ 1986 ഉറുഗ്വേ റൗണ്ട് അത് കൺക്ലൂഡ് ചെയ്തത് 1993 ആണ്. ഈ 1993 ഈ ഒരു മീറ്റിങ്ങിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, WTO ഫോം ചെയ്യുന്നത്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അതിന് മുമ്പ് അത് ഗാട്ട്, ജനറൽ അഗ്രിമെൻറ്റ് ട്രേഡ് ആൻഡ് താരിഫ് എന്നായിരുന്നു അതിൻ്റെ പേര്. ആ ജനറൽ അഗ്രിമെൻറ്റ് ആൻഡ് ട്രേഡ് ആൻഡ് താരിഫ് എന്ന ആ മൾട്ടിലാറ്ററൽ അഗ്രിമെൻറ്റിൽ നിന്നാണ് WTO എന്നൊരു ഓർഗനൈസേഷൻ്റെ രൂപത്തിലേക്ക് മാറിയത്. അത് ശരിക്കും കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് വന്നത് January 1, 1995 ആണ്. അപ്പോൾ ഇത് ഇന്നേക്കതിൻ്റെ എത്രാം വാർഷികമായിട്ടുണ്ടാവും, 25ാം വാർഷികമായിട്ടുണ്ടാവും. അപ്പോൾ WTOയുടെ 25ാം വാർഷികത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അപ്പോൾ WTOയെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതൊരു മൾട്ടിനാഷണൽ ഓർഗനൈസേഷനായി മാറി, മൾട്ടിനാഷണൽ ആയിട്ടുള്ള ഒരു അഗ്രിമെൻറ്റ്, അതെന്ത് ചെയ്യാം, ട്രേഡ് കോൺഫ്ലിക്റ്റുകളും ട്രേഡ് അഗ്രിമെൻറ്റ്സിലേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടും ട്രേഡ് കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ആ ഒരു അഗ്രിമെൻ്റ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്ന. ആ അഗ്രിമെൻറ്റിൽ നിന്ന് ഒരു ഓർഗനൈസേഷൻ രൂപം കൊള്ളുകയാണ് ചെയ്തത്. ആ ഓർഗനൈസേഷൻ്റെ പേരാണ് WTO. അതും ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് കാരണമായി. അതായത് ഇവർ തമ്മിലുള്ള ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന തർക്കങ്ങളൊക്കെ ഇല്ലാതാക്കാനൊരു ഏജൻസി ഉണ്ടാവുക. ആ ഏജൻസി ഉണ്ടാകുന്നതോടുകൂടി എന്ത് ചെയ്തു, അത് ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ അവരെന്ത് ചെയ്തു, ഡെവലപ്മെൻറ്റിലേക്ക് നയിച്ചു എന്ന് പറയാം. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും WTO എന്താണെന്നുള്ളത്. ദെൻ ഇൻഫർമേഷൻ ടെക്നോളജി റവല്യൂഷൻ പറയണ്ടില്ലല്ലോ. എന്താണ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ? എന്താ IT രംഗത്തുള്ള വിപ്ലവം. അത് IT അനുബന്ധമായിട്ടുള്ള, അത് ഇൻ്റർനെറ്റ് ആയിക്കോട്ടെ, അത് കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളായിക്കോട്ടെ, മറ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റുകളായിക്കോട്ടെ, ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഉണ്ടായിട്ടുള്ള വികാസം എന്ത് ചെയ്തു, അത് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ എന്ത് ചെയ്തു, നമ്മുടെ ബിസിനസ്സിൽ തന്നെ വളരെ എളുപ്പമാക്കി തീർത്തു. ബിസിനസ് പ്രവർത്തനം തന്നെ, ബിസിനസ് ഓപ്പറേഷൻ തന്നെ വളരെ എളുപ്പമാക്കി തീർത്തു. ബിസിനസ് രൂപീകരിക്കുന്നത്, അതിൻ്റെ മാനേജ്മെൻറ്റും, അതിൻ്റെ അക്കൗണ്ടിങ്ങും മറ്റു HR മാനേജ്മെൻറ്റും അതും തുടങ്ങി പല പ്രശ്നങ്ങളും എന്ത് ചെയ്യുക, മാനേജ് ചെയ്യാനുള്ള
എളുപ്പമാക്കി തീർത്തു ഈ ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഉണ്ടായിട്ടുള്ള വിപ്ലവം. അത് ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഗ്രോത്തിലേക്ക് ഉണ്ടായി. ഒരു ട്രാൻസ്പോർട്ടേഷൻ ടെക്നോളജി നമ്മൾ ഫസ്റ്റ് റാപ്പിഡ് ടെക്നോളജിക്ക് പറഞ്ഞതാണ്. ഐ വോണ്ട് ടു റിപ്പീറ്റ് ചെയ്ത് വൈസ്. ദെൻ എൻലാർജ്മെൻറ്റ് ഓഫ് യൂറോപ്യൻ യൂണിയൻ്റെ എൻലാർജ്മെൻറ്റ് സംഭവിച്ചെങ്കിലും പിന്നീട് ഇപ്പോൾ ബ്രെക്സിറ്റിലോടുകൂടി എന്ത് ചെയ്തിട്ടുണ്ട്, യൂറോപ്യൻ യൂണിയൻ എന്നുള്ളത് വീണ്ടും അത് ചുരുങ്ങി പോയിട്ടുണ്ട്. എങ്കിൽ കൂടി യൂറോപ്യൻ യൂണിയൻ പോലുള്ള ഓർഗനൈസേഷൻ്റെ വളർച്ചയും എന്ത് ചെയ്തു, ഇൻ്റർനാഷണൽ ബിസിനസ് കാരണമായി യൂറോപ്യൻ യൂണിയൻ എന്താണെന്നൊക്കെയുള്ള നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ ഹയർ ഗ്രോത്ത് റേറ്റ് ഓഫ് GDP, നമ്മുടെ GDPയുടെ ഹയർ ഗ്രോത്ത് റേറ്റ്, ഡെവലപ്പിംഗ് കൺട്രീസിൽ ഉണ്ടായിട്ടുള്ള GDPയുടെ ഗ്രോത്ത് റേറ്റ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ കാരണമായിട്ടുണ്ട്. അതുപോലെ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് അവരുടെ ആക്ടിവിറ്റീസ് എന്ത് ചെയ്തു, സ്പ്രെഡ് ചെയ്തത്. അതുപോലെ പുതിയ ബിസിനസ് അലയൻസസ് ഒക്കെ ഉണ്ടായി. എന്താ ബിസിനസ് അലയൻസ് എന്ന് പറഞ്ഞാൽ 2 വ്യത്യസ്ത രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ബിസിനസ്സുകൾ തമ്മിൽ എന്ത് ചെയ്യുക, അലയൻസ്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിസിനസ്സുകൾ കൂടിച്ചേർന്ന് പലതരം സ്ട്രാറ്റജിക്കോ മറ്റു രീതിയിലുള്ള അലയൻസുകൾ രൂപം കൊള്ളുന്നു. അലയൻസ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് കാരണമായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഇമ്പോർട്ടൻസ്, അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ബിസിനസ്, അതിൻ്റെ ഇൻ്റർനാഷണൽ ട്രേഡ്, അതിൻ്റെ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ്, പിന്നെ ഗ്ലോബലൈസേഷൻ, അതേപോലെ തന്നെ WTO പോലുള്ള ടോപ്പിക്കുകൾ, മൾട്ടിലാറ്ററൽ ബൈലാറ്ററൽ അഗ്രിമെൻറ്റ്സ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്നെല്ലാവരും എന്ത് ചെയ്യണം, നിങ്ങളെ അറ്റൻഡൻസ് കൃത്യമായി രേഖപ്പെടുത്തി വെക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് അടുത്ത ദിവസം നമ്മുടെ ക്ലാസ്സിൽ ചോദിക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ വരിക നെക്സ്റ്റ് ക്ലാസ്സിൽ.